ആഹാ, വന്നോ? വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന പാറുവിനെ കണ്ട് ബെഡിൽ കിടന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന അമ്മു തിരക്കി. കുറച്ചു കഴിഞ്ഞിട്ടും മറുപടി കിട്ടാതെയായതും അമ്മു ഫോണിൽ നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് പാറുവിനെ നോക്കി. ബെഡിലിരുന്ന് എന്തോ കാര്യമായി ചിന്തിച്ചു കൂട്ടുന്നവളെ കണ്ടതും അമ്മുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. പാറു, എടി പാറു, ഡീ. ഏ? അല്പം ഉയർന്ന ശബ്ദത്തിലുള്ള വിളിയായിരുന്നതിനാൽ തന്നെ പാറു നന്നായി ഞെട്ടി. നീ ഇത് എന്താ ആലോചിക്കുക? നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചു? ഞാൻ കേട്ടില്ല അമ്മു. അല്ല, നിന്റെ മുഖമെന്താ വല്ലാതെ? ദേവേട്ടനുമായി പിണങ്ങിയോ നീയെ? അമ്മു അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തിരക്കി. ഏയ്, പിന്നെന്താ? അത് ഞാൻ ഡയാന ചേച്ചി. ഇതെന്തൊക്കെയാ പാറു പറയുന്നത്? നീ ഇങ്ങനെ കിടന്ന് തപ്പിക്കളിക്കാതെ മര്യാദയ്ക്ക് കാര്യം പറയുന്നുണ്ടോ? അമ്മു അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും പാറു ഡയാന അവളോടായി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. എന്നിട്ട് നീ അവൾ പറഞ്ഞത് മുഴുവനും കേട്ട് മിണ്ടാതെ പോന്നു അല്ലേ? എൻ്റെ പാറു, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. നീ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വന്നവരും പോകുന്നവരും ഒക്കെ നിന്റെ തലയിൽ കയറും. നിന്റെ ശരീരം നോവിക്കാൻ അവർക്ക് എന്താ അധികാരം? കരണക്കുറ്റി നോക്കിയൊന്ന് കൊടുക്കേണ്ടതിന് പകരം അവൾ വന്നിരിക്കുന്നു. അമ്മു പാറുവിന് നേരെ ചീറി. പാറു ആണെങ്കിൽ അവളോട് പറഞ്ഞതിപ്പോൾ അബദ്ധമായോ എന്ന മട്ടിൽ നോക്കുന്നുണ്ട്. അമ്മൂട്ടാ, എന്താ? എടാ, അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ വല്ലാതെയായി. പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നീ ഇത് പ്രശ്നമാക്കാൻ നിൽക്കണ്ട. എൻ്റെ പാറു, നീ അവർ പറഞ്ഞത് കേട്ടില്ലേ? ഇനിയും നിന്നെ വേദനിപ്പിക്കുമെന്ന്. നീ ഇങ്ങനെ അയ്യോ പാവമായതുകൊണ്ടല്ലേ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയത്? ഇനിയും അത് തുടരും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. വാ, നമുക്കിപ്പോൾ തന്നെ അവളെ കണ്ട് മറുപടി കൊടുക്കണം. എൻ്റെ അമ്മു, നീ അത് വിട്. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അപ്പം നോക്കാം. രമേച്ചിക്ക് കൊടുക്കാനുള്ളതൊന്നും ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. തൽക്കാലം ദാ ഇത് കഴിച്ച് ഇവിടെ ഇരിക്കും. എനിക്ക് അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങണം. അവൾക്കായി വാങ്ങിയ ബർഗർ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പാറു പറഞ്ഞു. അയ്യ, എൻ്റെ മുത്ത്. പാറുവിൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അപ്പോൾ തന്നെ ബർഗർ വായിലേക്കാക്കാൻ തുടങ്ങിയിരുന്നു അമ്മു. ഇത്ര നേരം കത്തിക്കയറിക്കൊണ്ടിരുന്ന പെണ്ണിൻ്റെ കഴിപ്പ് കണ്ടതും പാറു വന്ന ചിരി അടക്കി പിടിച്ചു. നീ കഴിക്ക്, ഞാൻ വേഗമൊന്ന് കുളിച്ചിട്ട് വരാം. അമ്മുവിനോടായി പറഞ്ഞുകൊണ്ട് കുളിക്കാൻ മാറാനുള്ള വേഷവും എടുത്ത് പാറു ബാത്റൂമിലേക്ക് കയറി. അത്ര നേരം കളിയോടെ നിന്നിരുന്ന അമ്മുവിൻ്റെ മുഖം ഗൗരവത്തിലായി. അവൾ ഫോണെടുത്ത് ദേവിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ റിയ, ഡയാന എന്നീ പേരുകൾ മാത്രമായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നത്. എന്തായി അമ്മേ, ഞാൻ പറഞ്ഞത് നടക്കോ? കോളെടുത്ത ഉടനെ സാന്ദ്ര തൻ്റെ അമ്മയോട് തിരക്കി. ഞാൻ ആ ബ്രോക്കറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയാൾ 1-2 പേരുടെ കാര്യം പറഞ്ഞു. ഒന്നൊരു വാർക്കപ്പണിക്ക് പോകുന്നതാണ്, പേര് രഞ്ജിത്ത്. അവനെ എനിക്കറിയാം. നമ്മുടെ കുടിയാഞ്ചിറയിലെ പത്മിനിയുടെ ഇളയ മകനാണ്. ചെറുക്കൻ അത്ര വെടുപ്പല്ല. കിട്ടണ പൈസ മുഴുവൻ അവന് കള്ളു കുടിക്കാൻ മാത്രമേ തിക്കയൂ എന്ന് നാട്ടുകാർ പറയണത്. പിന്നെയുള്ളതൊരു സജി. അവന് ആശാരിപ്പണിക്കാരനാണ്. ഒരു അമ്മ മാത്രമേ ഉള്ളൂ, ഒരു സാധു. ആണോ? എങ്കിൽ ആദ്യം പറഞ്ഞ രഞ്ജിത്ത് മതി. അവൾ അങ്ങനെ നന്നായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല മോളെ, എന്തായാലും ഒരു 10 പവനെങ്കിലും കൊടുക്കേണ്ടി വരും സ്ത്രീധനമായി. തൊലിവെളുപ്പുള്ളത് കൊണ്ട് അതിൽ നിർത്താം. പക്ഷേ 10 പവൻ? എൻ്റെ അമ്മേ, എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതിൽ ഒരു 10 പവൻ കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇനി അവൾ ഈ കോളേജിലേക്ക് തിരികെ വരരുത്. മാത്രമല്ല, അവളിപ്പോൾ സ്വപ്നം കണ്ട് നടക്കുന്ന ജീവിതമല്ലേ, അത് ഒരിക്കലും അവൾക്ക് കിട്ടരുത്. അതിപ്പോൾ എൻ്റെ ഒരു വാശി കൂടിയാ. അല്ലെങ്കിലും എൻ്റെ മകളേക്കാൾ നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടണ്ട. ആ പത്മിനി അവളുടെ കഴുത്തിന് ചുറ്റും നാവാണ്. അവിടെയാണ് അവൾ ചെന്ന് കയറുന്നതെങ്കിൽ പിന്നെ അവൾ പുറം ലോകം കാണില്ല. അല്ലടി മോളെ, നീ പറഞ്ഞ ആ ചെക്കനെ നിനക്കൊന്ന് നോക്കിയാലോ? ഏത് ചെക്കൻ? സാന്ദ്ര മനസ്സിലാവാതെ തിരക്കി. എടി മോളെ, ഇപ്പോൾ മറ്റവളെ കൊണ്ടു നടക്കുന്ന ചെക്കൻ. അതൊന്നും നടക്കില്ല അമ്മേ. ഞാനുൾപ്പെടെ കോളേജിലെ ഒട്ടുമിക്ക പെൺകുട്ടികളും അതിന് ശ്രമിച്ചതാണ്. അവനൊന്ന് നോക്കുക കൂടി ചെയ്തില്ല. ഇവള് എന്ത് ചെയ്തിട്ടാണ് അവനെ മയക്കിയെടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സാന്ദ്ര ഒരു നിരാശയോടെ പറഞ്ഞു നിർത്തി. ആണോ? അച്ഛനെയും കൂട്ടി അവൻ്റെ വീട്ടിൽ ചെന്ന് ആലോചിച്ചാലോ? അതിന് അവൻ്റെ ഫാമിലിയെ പറ്റിയൊന്നും അങ്ങനെ ആർക്കും അറിയില്ല. എവിടെയാണെന്നോ ആരൊക്കെ ഉണ്ടെന്നോ ഒന്നും. വലിയൊരു ബിസിനസ് ഫാമിലിയാണ്, കോടീശ്വരൻ. അതുമാത്രമാണ് മിക്കവർക്കും അറിയുന്നത്. ഷോ, അവനെ കിട്ടിയാൽ എൻ്റെ മോള് രാജകുമാരി ആയേനെ അല്ലേ? അത് വിടമ്മേ, ഞാൻ രാജകുമാരി ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവളെ ആകാൻ ഞാൻ സമ്മതിക്കില്ല.
ശരി മോളെ, എല്ലാം നീ പറഞ്ഞ പോലെ ചെയ്യാം. എന്തായാലും ഇന്ന് രാത്രി വരുമല്ലോ അവള്. ഇനിയുള്ള അവളുടെ ജീവിതം ഞാനായിരിക്കും തീരുമാനിക്കുന്നത്. നീ സമാധാനമായി ഇരുന്ന് പഠിച്ചോ. ശരി അമ്മേ. പിന്നെ അച്ഛനോട് പറഞ്ഞ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 50,000 രൂപ അയക്കണേ. അത്രയും എന്തിനാ മോളെ? അത് എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയാ. അമ്മയോട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ആണോ? എങ്കിൽ ഞാൻ അച്ഛനോട് പറയാം മോളെ. ഞാൻ അച്ഛനോട് സംസാരിച്ച ശേഷം നിന്നെ രാത്രി വിളിക്കാം. ഓക്കെ. കോള് കട്ടായതും സാന്ദ്രയൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ഞാൻ പോയിട്ട് വരാം അമ്മു. പാറൊരു ചിരിയോടെ പറഞ്ഞതും അമ്മു അവളെ ഇറുകെ പുണർന്നു. ഒരു ദിവസമാണെങ്കിൽ പോലും ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യും പാറു. എങ്കിലും സാരമില്ല, എൻ്റെ പൂച്ചക്കുട്ടി പോയിട്ട് വാ. പിന്നെ വരുമ്പോൾ എൻ്റെ പാറുവിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കൊണ്ടുവരണം കേട്ടല്ലോ. അമ്മു പാറുവിൻ്റെ മെടഞ്ഞിട്ട മുടി കയ്യിലെടുത്ത് ആട്ടിക്കൊണ്ട് പറഞ്ഞു. കൊണ്ടുവരാം. പതിഞ്ഞ ശബ്ദത്തിലുള്ള അവളുടെ മറുപടിയിൽ അമ്മുവിന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. എങ്കിൽ വിട്ടോ, നിന്റെ കാശിയേട്ടൻ ഇപ്പോൾ താഴെ വന്ന് കാണും. അമ്മു പറഞ്ഞതും പാറു ഒന്ന് ചമ്മി ചിരിച്ചു. അപ്പോഴേക്കും പാറുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. കാശിയേട്ടാ, റെഡിയായോ? ഓക്കെ, ഐ വിൽ ബി ദർ ഇൻ 2 minutes. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. പോയിട്ട് വാ, വീട്ടിൽ ചെന്നിട്ട് വിളിക്കണേ. പിന്നെ രമ്യ ചേച്ചിയെ എൻ്റെ അന്വേഷണം അറിയിച്ചേക്ക്. വാ, ഞാനും വരാൻ താഴെ വരെ. പാറുവിൻ്റെ കയ്യിൽ നിന്നും ഒരു ബാഗ് വാങ്ങി പിടിച്ചുകൊണ്ട് അമ്മ പുറത്തേക്ക് നടന്നു. മനസ്സ് നിറഞ്ഞ ചിരിയോടെ പാറുവും. കാശിയുടെ ഒപ്പം കാറിലിരിക്കുവാണ് പാറു. വൈറ്റ് കളർ BMW ആണ് അവൻ്റെ കാറ്. ആദ്യമായി വണ്ടിയിൽ കയറിയതിൻ്റെ ഒരു പരിഭ്രമം അവളുടെ മുഖത്ത് പ്രകടമാണ്. കൂടാതെ ഇത്ര നേരമായിട്ടും കാശി മിണ്ടാത്തതിൻ്റെ ഒരു പരിഭവവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവൾ സ്ഥലം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. തങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഒരുപാട് ദൂരം പോയെന്ന് അവൾക്ക് മനസ്സിലായി. കാശിയേട്ടാ, ഒരു വിറയലോടെ അവൾ വിളിച്ചു. നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി. ഐ നോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അവൻ തന്നെ ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് കരുതി അവൾ തിരക്കി. യുവർ ഹൗസ്. ഒരു ഭാവവ്യത്യാസവുമില്ലാതെ പറയുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ആ സമയം കാറിൻ്റെ വേഗതയോടൊപ്പം അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗതയും വർദ്ധിച്ചു. അമ്മേ, ദേ അച്ഛൻ വരുന്നുണ്ട്. ഉമ്മറത്തിരുന്ന് നോട്ട്സ് എഴുതുകയായിരുന്ന ചന്ദന ജയബാലൻ വരുന്നത് കണ്ടതും അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താ ഏട്ടാ, അയാളെ കണ്ടോ? ഉമ്മറത്തെ ചാരുകസേരയിലായി ഇരുന്ന ജയനോട് കനക ആവേശത്തോടെ തിരക്കി. പറയാം, ആദ്യം നീ എനിക്ക് ഒരു ചായ എടുക്ക്. ദാ ഇതിൽ പരിപ്പുവടയും നെയ്യപ്പവുമുണ്ട്, അതുകൂടി എടുത്തു. അത് കേട്ടതും വന്ന അമർഷം അടക്കി പിടിച്ചുകൊണ്ട് കനക അടുക്കളയിലേക്ക് പോയി. ചന്തു, നീയൊന്നും വന്നേ. ഈ അമ്മ മനുഷ്യനെ ഒന്നും ഇരിക്കാൻ സമ്മതിക്കില്ല. അടുക്കളയിൽ നിന്നുള്ള വിളി കേട്ട് പെരുപെരുത്തുകൊണ്ട് ചന്തു അകത്തേക്ക് പോയി. ദാ ഏട്ടാ ചായ, ഇനി പറയ്. നീ പറഞ്ഞ പോലെ അയാൾ മാത്തൻ്റെ ചായക്കടയിൽ ഉണ്ടായിരുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നീ അയാളോട് രാവിലെ ഒന്ന് സൂചിപ്പിച്ചിരുന്നുവല്ലോ. പിന്നെ സാധാരണ നൽകുന്നതിലും അല്പം കൂടുതൽ കുടിക്കേണ്ടി വരും. അതെന്താ അങ്ങനെ? അത് ഇത്ര പെട്ടെന്ന് അവളെ കെട്ടിച്ചു വിടണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കുമെന്ന്. അവൾക്ക് വയറ്റിൽ വല്ലതും ഉണ്ടോയെന്ന് വരെ ചോദിച്ചപ്പോൾ ഞാൻ വളരെ ചെറുതായി പോയി അവൻ്റെ മുന്നിൽ. ഇപ്പോൾ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ അയാൾ പറഞ്ഞ പോലെ മിക്കവാറും നിങ്ങളുടെ ചേട്ടൻ്റെ മകള് വയറ്റിലുണ്ടാക്കിക്കൊണ്ടായിരിക്കും വരുന്നത്. അവൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര പാവമൊന്നല്ല. സാന്ദ്ര പറഞ്ഞത് വെച്ച് നോക്കിയാൽ നല്ല ഒന്നാന്തരം പുളിങ്കുമ്പിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. കനകൊരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. ഞാൻ അയാൾ പറഞ്ഞതൊക്കെ സമ്മതിച്ചു കൊടുത്തു. നാശം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ദാമോദരൻ്റെ മുന്നിൽ നാണം കെട്ട് നിന്നതോർക്കെ ജയനൊരു അമർഷത്തോടെ പറഞ്ഞു. പിന്നെ ഏട്ടാ, ദാമോദരനോട് പറഞ്ഞല്ലോ അല്ലേ, നമ്മൾ അവൾക്കൊരു 15 പവനിൽ താഴെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ അവരുമായി നാളെ 10 മണിക്ക് എത്തിച്ചേരും. ആ ചെറുക്കിനെ പറ്റി നല്ലതൊന്നുമല്ല ഞാൻ അറിഞ്ഞത്. ചായയൊന്നും മോന്തിക്കൊണ്ട് ജയൻ പറഞ്ഞു. എനിക്ക് കണക്കായി പോയി. നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഒന്നല്ലല്ലോ. ഇപ്പോൾ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ അനുഭവിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് കനക വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അത് നോക്കിയൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ജയൻ ബാക്കി ചായ കുടിച്ചു. തൻ്റെ നാട്ടിലേക്ക് അടുക്കും തോറും പാറുവിന് വല്ലാത്ത ഭയവും വെപ്രാളവും ഒക്കെ തോന്നി തുടങ്ങി. നാട്ടിൻപുറമാണ്. കടുകുമണിയോളം ഉള്ളതിനെ പോലും പെരുപ്പിച്ച് പറയുന്നവരാണ്. പരിചയമുള്ളവർ ആരെങ്കിലും കണ്ട അതോർത്തതും അവളൊന്ന് നെടുങ്ങി. പാറു കാശിയൊന്ന് നോക്കി. വല്ലാത്ത ഗൗരവത്തിലാണ്. വാട്ട്? അവളുടെ നോട്ടം തനിക്ക് നേരെയാണെന്ന് അറിഞ്ഞതും അവൻ അവളെ നോക്കാതെ തന്നെ തിരിക്കി. കാശിയേട്ടാ,
പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്നെ അടുത്ത ജംഗ്ഷനിലൊന്ന് കുറച്ച് മുന്നോട്ട് മാറി ഇറക്കിയാൽ മതി. വീട്ടിലേക്ക് താൻ തനിയെ പോയിക്കോളാം. അവൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പ്ലീസ് കാശിയേട്ടാ, ഇപ്പോൾ ഏട്ടൻ അങ്ങോട്ട് വന്നാൽ ശരിയാകില്ല. എൻ്റെ അവസ്ഥ അറിയാവുന്നതല്ലേ. അവസാനമായപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി. പാർവതി! അവൻ്റെ വിളിയിൽ അവളൊന്ന് ഞെട്ടി. കാരണം അവൾക്കറിയാം അവന് നല്ല ദേഷ്യം വരുമ്പോൾ മാത്രമാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന്. ഡോൺ ക്രൈ! പല്ലുകൾ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും പാറു വേഗം നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുറച്ചു. ഓക്കെ, ഞാൻ വരുന്നില്ല. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയുടെ സ്പീഡ് അല്പം കൂട്ടി. അവൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ജംഗ്ഷനിൽ നിന്നും അല്പം മുന്നോട്ട് മാറിയുള്ള ഇടവഴിയിൽ അധികം വീടുകളില്ലാത്ത ഒരു സ്ഥലം നോക്കി വണ്ടി നിർത്തിയ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവളെ ഇറങ്ങുന്നില്ല എന്ന് മനസ്സിലായതും ദേവു അവളെ മുഖം ചെരിച്ചൊന്ന് നോക്കി. നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കിയിരിക്കുന്നവളെ കണ്ടതും അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് തൻ്റെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ അതരം പതിയെ നുണഞ്ഞു തുടങ്ങി. പ്രതീക്ഷിക്കാത്ത ചുംബനമായതിനാൽ തന്നെ പാറുവിൻ്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു വന്നു. പിന്നെ പതിയെ അത് കൂമ്പി അടഞ്ഞു. ദേവ് അവളുടെ അതരങ്ങൾ പതിയെ ഒട്ടും ആവേശം കൂടാതെ തൻ്റെ ചുണ്ടുകൾ കൊണ്ടും നാവുകൊണ്ടും നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ വലങ്കൈ അവളുടെ ചെവിയുടെയും കഴുത്തിൻ്റെയും ഇടയിലായി സ്ഥാനം പിടിച്ചു. തങ്ങളിപ്പോൾ ഉള്ള സ്ഥലം ഓർമ്മ വന്നതും അല്പം മടിയോടെ തന്നെ അവൻ അവളിൽ നിന്നും അകന്നു മാറി. ഐ ലവ് യു. അവളുടെ നിറഞ്ഞു നിന്ന കണ്ണുകൾ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പതിയെ എന്നാൽ മനോഹരമായൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പാറു അവൻ്റെ വിരിഞ്ഞ നെറ്റിയിൽ അവളുടെ അതരങ്ങൾ അമർത്തി വെച്ചു. ആ സമയം അവളിൽ താനിപ്പോൾ തൻ്റെ നാട്ടിലാണെന്നോ ആരെങ്കിലും കാണുമെന്നോ അങ്ങനെയുള്ള യാതൊരുവിധ പേടിയും പരിഭ്രമവുമില്ലായിരുന്നു. മനസ്സിൽ അവനോടുള്ള പ്രണയം മാത്രമാണ് നിറഞ്ഞു നിന്നത്. അതൊരു ചുംബനത്തിലൂടെയെങ്കിലും പ്രകടിപ്പിച്ചില്ലെങ്കിൽ തൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുമെന്ന് വരെ അവൾക്ക് തോന്നി. ദേവ് അവളുടെ ചുംബനം കണ്ണുകളടച്ച് ആസ്വദിക്കുകയായിരുന്നു. വല്ലാത്തൊരു ഫീല്. പാറു അവനിൽ നിന്നും അടർന്നു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തോ അവനിൽ അങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കാൻ തോന്നി അവൾക്ക്. വല്ലാത്തൊരു സങ്കടം മനസ്സിൽ നിറയുന്നു. ഐ വിൽ മിസ് യു. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തുകൊണ്ട് അവന് പതിയെ പുഞ്ചിരിച്ചു. പെട്ടെന്നൊരു ഓട്ടോ വരുന്ന ശബ്ദം കേട്ടതും ഇരുവരും പെട്ടെന്ന് അകന്നു മാറി. ചെല്ല്, പോയിട്ട് വാ, ചെന്നിട്ട് വിളിക്കണം. അവൻ പറഞ്ഞതും പാറു പതിയൊന്ന് തലയണക്കിയ ശേഷം ഡോർ തുറന്ന് വീണ്ടും ഒന്ന് അവനെ നോക്കാൻ നിൽക്കാതെ നടന്നു നീങ്ങി. അസ്വസ്ഥമായ മനസ്സോടെ, നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാതെ. ദേവ് അവൾ പോകുന്നത് നോക്കി. മനസ്സിലാകെ ഒരു വീർപ്പുമുട്ടൽ. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ തുടക്കം പോലെ.